എല്ലാവർക്കും നമസ്കാരം. മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ്. നമ്മളുടെ മാർക്കറ്റ് അതിഗംഭീരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇന്ന് നമുക്ക് നൽകിയത്. അതായത് തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസവും നമ്മളുടെ മാർക്കറ്റ് അതിഗംഭീരമായിട്ട് തന്നെ മൂവ് ചെയ്തിരിക്കുന്നു. ശരിക്കും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നമ്മളുടെ മാർക്കറ്റ് മൂവ് ചെയ്തു എന്നതാണ് സത്യം. അതായത് ഒരു റീട്രേസ് എടുക്കും എന്ന രീതിയൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ. പക്ഷെ അത് എവിടെ എടുക്കും, എങ്ങനെ എടുക്കും ഇന്നലത്തെ നമ്മൾ പ്രീ മാർക്കറ്റിൽ വ്യക്തമായിട്ട് വിശദീകരിച്ചതാണ്. ഒരു പക്ഷേ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ എങ്ങനെ, അതിന് താഴെ എങ്ങനെ, എല്ലാം നമ്മൾ വിശദീകരിച്ചതാണ്. നമ്മുടെ മാർക്കറ്റ് വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു മാർക്കറ്റാണ്, നല്ല മൊമെന്റം ഉള്ള ഒരു മാർക്കറ്റാണെന്ന് ഇന്നലെ ഓൾറെഡി പറഞ്ഞതാണ്. അത് തന്നെയാണ് ഇന്ന് ഇവിടെ കാണുകയും ചെയ്തത്. രസകരമായിട്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്തു. ഇനി നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നോക്കൂ, ഒരു ഇൻട്രാഡേ ലെവലിലൊക്കെ നമ്മൾ ഈ മാർക്കറ്റിനെ നോക്കുകയായിരുന്നെങ്കിൽ ശരിക്കും ഇൻട്രാഡേ ലെവലിൽ നോക്കിയാൽ തന്നെയും അതൊരു പൊസിഷണൽ രീതിയിൽ തന്നെ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഏറെക്കുറെ ഇന്നലത്തെ മാർക്കറ്റ് നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത രീതിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതായത് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്തത്? ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് നമുക്ക് നോക്കാം, 25 ആയിരുന്നു. അതെ, ഈ ഒരു റേഞ്ചിലായിരുന്നു നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പൊ ഈ ഒരു റേഞ്ചിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ അതായത് 23,650 എന്ന ഈ ഒരു ഭാഗം അതുപോലെ തന്നെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ ഒരു റേഞ്ച് നമുക്ക് ഇവിടെ എടുക്കാവുന്നതേ ഉള്ളായിരുന്നു. ഇന്നലെ 23,700 മുകളിലേക്ക് ഈ ഒരു റേഞ്ച് നോക്കിയ ശേഷം ഇത് ബ്രേക്ക് ചെയ്ത ശേഷം നമുക്ക് മാർക്കറ്റിൽ അതിനനുസരിച്ചുള്ള ട്രേഡ് എടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. നോക്കൂ, ഇതാണ് ശരിയായ ഒരു പ്രൈസ് സോൺ. ഒരു ചെറുതെങ്കിലും ഒരു പ്രൈസ് സോൺ ആയിരുന്നു. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ട്രേഡ് എടുക്കാമായിരുന്നു. ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ട്രേഡ് നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷെ മാർക്കറ്റ് എങ്ങനെയാണ്? നല്ല മൊമെന്റത്തിൽ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞ നമ്മളുടെ ചാനലൊക്കെ ബ്രേക്ക് ചെയ്ത് അവിടെ മുകളിലേക്ക് പോകുന്നതാണ് കാണുവാൻ സാധിച്ചത്. നമ്മൾ ഇന്നലെ ഒരു കാര്യം സംസാരിച്ചിരുന്നു. എന്താണത്? ഞാനതൊരു 1 hour ചാർട്ടിലേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ഇത് 5 മിനിറ്റിൽ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തു എന്ന് മാത്രം. ഞാൻ നേരെ ഇത് 1 hour ചാർട്ടിലേക്ക് പോവാണ്. നോക്കൂ, ഇത് 1 hour ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ലോങ് പീരീഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്ത് മുകളിലോട്ട് പോകുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഈ ഒരു സമയം എടുക്കണ്ട, കാരണം നമ്മുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സമയമാണ്, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതിനുശേഷം ഈ വലിയ ചാനൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയ ശേഷം നല്ലൊരു മൂവാണ് മാർക്കറ്റ് കിട്ടിയല്ലേ. എന്നാൽ നമ്മളൊരു ഷോർട്ട് ടൈം പീരീഡിൽ ഇന്നലെ നമ്മൾ വരച്ചിരുന്നു. ഇന്നലെ വരച്ചിട്ട് നമ്മൾ കുറെ കഥകളൊക്കെ പറഞ്ഞാണല്ലേ. നോക്കൂ, ആ കഥകൾ എന്താണ് പറഞ്ഞത്? മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയാൽ ഒരു പക്ഷേ നമ്മളുടെ ഈ ഒരു ചാനലിനെ റെസ്പെക്ട് ചെയ്ത് ഒരുപക്ഷെ ഇവിടുന്ന് ഒരു റീട്രേസ് എടുത്ത് ഇവിടെ വന്നു പോകുകയാണോ? ഇനി അതല്ല, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോയി വീണ്ടും ഒരു റീട്രേസ് എടുത്ത് മുകളിലേക്ക് പോവുകയാണോ എന്ന് തീർച്ചയായിട്ടും നോക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഈ കഥകളെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞ കഥകളാണ്. നമ്മൾ എന്താണോ സംസാരിച്ചത് അതേ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി നമുക്കൊരു 1 hour ചാർട്ടിൽ നിന്ന് നമുക്കതൊരു 1 day ചാർട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ധാരണ കിട്ടും. നോക്കൂ, നമ്മൾ വരച്ചിരുന്ന ആ ഒരു ചാനലും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഇതിനിടയ്ക്ക് ശ്രദ്ധിക്കണം. എന്താണ്? ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് 200 മൂവിംഗ് ആവറേജും 50 മൂവിംഗ് ആവറേജുമാണ്. അതായത് ഈ ചുവന്നതാണ് 200, ഈ പച്ച കളറാണ് 50 മൂവിംഗ് ആവറേജ്. ഇതിനൊരു കഥ പറയാനുണ്ട്. അതായത് പലപ്പോഴും മാർക്കറ്റ് ഈ മൂവിംഗ് ആവറേജിൽ നിന്ന് അകലുന്നതനുസരിച്ച്, അതായത് ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കാം നിങ്ങൾക്ക്. ഏത് സമയത്തായാലും മാർക്കറ്റ് ഇവിടുന്ന് ഇടിഞ്ഞ് താഴേക്ക് വരുന്നു, അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഈ മൂവിംഗ് ആവറേജിലേക്ക് തന്നെ അടുക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അതുപോലെ തന്നെയാണ് പല സമയങ്ങളും. നോക്കൂ, ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നു, വീണ്ടും അടുത്ത് വരുന്നു, അതുപോലെ തന്നെ ഇവിടുന്ന് നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം വീണ്ടും താഴേക്ക് മൂവിംഗ് ആവറേജിലേക്ക് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഈ ഒരു സ്വഭാവം മാർക്കറ്റിന് കോമൺ ആയിട്ടുള്ള ഒരു രീതിയാണ്. അതായത് ഇതിനെ പറയുന്നത് ഡൈവർജൻസ് എന്നും കൺവർജൻസ് എന്നുമാണ്. അതായത് ഇവിടുന്ന് മാർക്കറ്റ് കണ്ടില്ലേ, ഇപ്പോഴുള്ള അവസ്ഥ നോക്കൂ, ഇവിടുന്ന് മാർക്കറ്റ് മൂവിംഗ് ആവറേജിൽ നിന്ന് നല്ല രീതിയിൽ മുകളിലോട്ട് പോയി. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം മാർക്കറ്റ് ഏറെക്കുറെ 50 മൂവിംഗ് ആവറേജിന് അടുത്തൂടൊക്കെ പോയി എങ്കിലും ഇപ്പോൾ 50 മൂവിംഗ് ആവറേജിനും 200 മൂവിംഗ് ആവറേജിൽ നിന്നും വളരെ അകലേക്ക് തന്നെയാണ് പോയിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. അത് അതിന്റെ ശരിയായ ഒരു സ്വഭാവം എപ്പോൾ വേണേലും കാണിക്കാം. കാരണം ഈ മൂവിംഗ് ആവറേജിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി തീർച്ചയായിട്ടും മാർക്കറ്റ് കാണിക്കും. പക്ഷെ നമ്മൾ ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ ഈ കഥകളൊന്നും അധികം ഇരുന്ന് പറയുന്നത് നല്ലതല്ല. കാരണം നിഫ്റ്റി ഇപ്പോൾ പഴയ നിഫ്റ്റി അല്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നിഫ്റ്റി ഒരു എവർടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, എവർടൈം ഹൈയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട്. അത് നമ്മൾ പലതവണ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് 20,000 തൊട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന കഥയാണ് ഇത്. 21,000, 22,000 ഒക്കെ ഒരു വലിയ സംഭവമായിട്ട് കരുതിയ സമയം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 21,000, 22,000 കടന്ന് ഇപ്പോൾ 24,000-ത്തിനടുത്തേക്ക് നിഫ്റ്റി വന്ന് നിൽക്കുന്നു. 24,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ഒന്ന് എത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് നോക്കൂ, ഇവിടെ 24,000-ലേക്ക് എത്തിക്കഴിഞ്ഞു.
വലിയൊരു സംഭവമായിട്ട് ഇനി അത് കാണേണ്ട കാര്യമില്ല. എപ്പോൾ വേണമെങ്കിലും അതിന് 24,000-ലേക്ക് കടക്കാം. പക്ഷെ 24 എന്ന് പറയുന്നതും ശരിക്കും ഒരു സൈക്കോളജിക്കൽ ലെവൽ മാത്രമാണ്. അതും ഒരു വലിയ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മളെ പോലെയുള്ള ട്രേഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു വെക്കുന്ന ഒരു സംഭവം മാത്രമാണ്. ഒരിക്കലും നിഫ്റ്റി അവിടെ നിൽക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇനിയും മുകളിലേക്ക് പോകാം. പക്ഷെ ടെക്നിക്കലി കാര്യങ്ങൾ നോക്കുമ്പോൾ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത എപ്പോൾ വേണേലും ഉണ്ട് എന്നതുകൂടി മറക്കാതിരിക്കുക. ശരിക്കും നമ്മുടെ മാർക്കറ്റ് ഈ അടുത്ത സമയം നല്ല രീതിയിൽ ട്രാവൽ ചെയ്തു. നല്ല രീതിയിൽ ട്രാവൽ ചെയ്ത ശേഷം നോക്കൂ, ഈ ഒരു ഇലക്ഷൻ സമയമായപ്പോൾ ചില വിഷയങ്ങൾ കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ ഒന്ന് കറക്റ്റ് ചെയ്തു. നോക്കൂ, ഇവിടം വരെ നന്നായിട്ട് കറക്റ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് കയറി പോവുകയും ചെയ്തു. അതായത് ഇലക്ഷൻ, അതായത് ഈ സർക്കാർ മൂന്നാം പ്രാവശ്യം അവർ വന്നു എന്നൊരു ന്യൂസ് വന്നത് ഒരു പോസിറ്റീവ് ആയതോടുകൂടി, മാർക്കറ്റിന് പോസിറ്റീവ് ആയതോടുകൂടി മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നു. ഇന്നാണെങ്കിൽ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. അതോ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ഒരാളാണ് സ്പീക്കറായിട്ട് വന്നത് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസ് ആണ്. നിഫ്റ്റി ഇത് മാത്രമല്ല, ഒന്ന് ഗ്ലോബൽ വൈസിലും ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ അവിടെയും വലിയ വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് മുകളിലേക്ക് പോകാം, നല്ല രീതിയിൽ പോകാമെന്ന് നിഫ്റ്റി തീരുമാനിച്ചു. അപ്പൊ അതേ രീതിയിൽ തന്നെ മാർക്കറ്റ് പോയി അതിമനോഹരമായി ക്ലോസ് ചെയ്തിരിക്കുന്നു. അതായത് നിങ്ങളിപ്പോൾ ഒരു 5 മിനിറ്റ് ചാർട്ട് എടുത്താൽ ശരിയായിരിക്കാം, ചിലപ്പോൾ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് പോലെ അവസാന നിമിഷം കണ്ടുവെങ്കിലും അവസാനത്തെ ആവറേജ് ചെയ്തിരിക്കുന്ന ക്ലോസിംഗ് എത്രയാണ്? 23,000. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കൂ, 23,868 നിഫ്റ്റി ക്ലോസ് ചെയ്തതെന്ന് കാണുവാൻ സാധിക്കുന്നു. ശരിക്കും 2 ദിവസമായിട്ട് ഈ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളുടെ ഒക്കെ ഒരു സപ്പോർട്ടിലാണ് നിഫ്റ്റി മൂവ് ചെയ്തത്. ആദ്യത്തെ ദിവസം എടുത്ത് പറയുകയാണെങ്കിൽ ശരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ സഹായത്തിലാണ് ഏറെക്കുറെ മാർക്കറ്റ് ഇവിടെ വന്നെങ്കിലും ഇന്ന് പോയിരിക്കുന്നത് നമ്മളുടെ വെയിറ്റേജിലെ ഭീമനായ റിലയൻസിന്റെ സഹായത്തോടെയാണ്. റിലയൻസ് ഒരു 4% മുകളിലേക്ക് പറന്നുയർന്നത് നമുക്ക് കാണുവാൻ സാധിച്ചു. അപ്പോൾ ഇനി ആരായിരിക്കാം? ഒരുപക്ഷെ നാളെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും നാളെ ഇനി അനങ്ങാതിരിക്കുന്ന IT ഉണ്ട്. അപ്പോൾ ഇൻഫോസിസോ TCSോ ഒക്കെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും 24 എന്ന ഈ ഒരു മേഖല നിഫ്റ്റിക്ക് വലിയ അപ്രാപ്യമൊന്നുമല്ല. ഈസി ആയിട്ട് അവിടെ കയറുവാൻ അല്ലെങ്കിൽ അവിടെ ടച്ച് ചെയ്യാൻ സാധിക്കും. അവിടെ ടച്ച് ചെയ്തു എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, ഒരുപക്ഷെ അത് കവർ ചെയ്ത് പോവുകയും ചെയ്യാം. തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഒന്ന് ഓർക്കുക, എപ്പോൾ വേണമെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ള സാധ്യത ടെക്നിക്കലി കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത് എപ്പോഴാണെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ ടെക്നിക്കലി ഉള്ള കാര്യം മാത്രമാണ് പറയുന്നത്. ഓവറോൾ നോക്കുമ്പോൾ നിഫ്റ്റിയിൽ ഒരു നല്ല ബുള്ളിഷ് മൊമെന്റം തന്നെയാണ് കാഴ്ചവെച്ച് നിൽക്കുന്നത്. നിഫ്റ്റി നോക്കൂ, പ്രധാനപ്പെട്ട റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ കാര്യങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് രീതി തന്നെയാണ്. അപ്പോൾ നമ്മൾ ട്രേഡിനെ എങ്ങനെ സമീപിക്കും എന്നൊരു ചോദ്യം നിങ്ങളിലേക്ക് വരാം. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഈ ട്രേഡിനെ സമീപിക്കേണ്ടത്? മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിഫ്റ്റി ഒരു ബുള്ളിഷ് രീതി നിൽക്കുകയും ചെയ്യുന്നു, എന്നാൽ വളരെയധികം ഒരു ഹൈയിൽ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഒരിക്കലും നിഫ്റ്റിയെ ഷോർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ നിഫ്റ്റിയെ ഷോർട്ട് ചെയ്യണം എപ്പോഴാണ്? തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കേണ്ടത് നമ്മൾ ഓരോ ദിവസവും മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. അതിനുശേഷം എപ്പോഴാണോ മാർക്കറ്റ് റിവേഴ്സ് പോകുന്നത് എന്ന് നമുക്ക് തോന്നുന്നത്, അതായത് റിവേഴ്സ് വരാനുള്ള ചില ക്യാൻഡിലുകളൊക്കെ ഉണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് അറിയത്തില്ലേ? നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് ഞാനൊരു ക്യാൻഡിൽസിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. അപ്പോൾ ക്യാൻഡിൽസ് റിവേഴ്സ് വരുന്നു എന്നൊരു ഉറപ്പ് വരുത്തണം. അത് പല ടൈം ഫ്രെയിം എടുത്ത് നോക്കുക, അതുപോലെ 1 ഡേ ടൈം ഫ്രെയിം എടുത്ത് നോക്കുക, അതുപോലെ തന്നെ വീക്കിലി ടൈം ഫ്രെയിം നോക്കി ഉറപ്പിച്ച ശേഷം മാത്രമേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ പാടുള്ളൂ. തീർച്ചയായിട്ടും കണ്ണും പൂട്ടി മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യുന്നവരെല്ലാം നല്ല നഷ്ടമുണ്ടാക്കിയ സമയങ്ങളാണ് ഈ അടുത്ത കാലഘട്ടത്തിലല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ ഇന്നലെ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞതാണ്. അത് ഓൾറെഡി നമ്മളുടെ ചാനലിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ നിൽക്കുന്നു. ഇനി നാളെ ഒരു ഗ്യാപ്പ് അപ്പോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും അവിടെ നിന്ന് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുമെന്നാൽ 24,000-ലേക്ക് വന്ന് ടച്ച് ചെയ്ത ശേഷം ഒരു പക്ഷേ താഴേക്ക് വന്ന് ഒരു റീട്രേസ് എടുത്ത് കയറി പോകുന്നതാണോ, അതോ അവിടെ നിന്നും എന്തെങ്കിലും ഒരു കൺസോൾട്ടേഷനോ അതോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗോ ആണോ എന്ന് തീർച്ചയായിട്ടും മാർക്കറ്റിനെ വാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇനിയുള്ള മുന്നോട്ടുള്ള നിഫ്റ്റിയുടെ ഓരോ യാത്രയും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നത് സത്യം തന്നെയാണ്. കാരണം പുതിയൊരു മേഖലയാണ് നിഫ്റ്റി കയറി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒന്നും പ്രത്യേകിച്ച് വരച്ച് പറയുവാൻ സാധിക്കത്തില്ല. അപ്പോൾ ടെക്നിക്കലി പറയുമ്പോൾ എങ്ങനെയാണ്? ശരിയായ രീതിയിൽ മൂവിംഗ് ആവറേജിൽ നിന്നൊക്കെ വളരെ അകലേക്ക് പോയതായിട്ടും കാണുവാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റിനെ വാച്ച് ചെയ്ത് വേണം ഇനിയുള്ള ആഴ്ചകളിലൊക്കെ മുന്നോട്ട് നീങ്ങാൻ. അപ്പോൾ ഈ ആഴ്ച നമുക്കറിയാം, നമുക്ക് ഇതുപോലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്കറിയാം നല്ല പ്രോഫിറ്റ് തന്നെ എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിനെ ഇതുപോലെ വാച്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, അല്ലാതെ ഒരു ലോട്ടറി എടുക്കുന്ന ഒരു മനോഭാവത്തോടെ മാർക്കറ്റിനെ സമീപിക്കാതെ ഇരിക്കുക. ഇവിടെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാലും ഇന്നലെ നമ്മൾ ഓൾറെഡി ഇവിടെ വരച്ചു വെച്ചിരുന്നതാണ് അല്ലേ. നോക്കൂ, നമ്മളുടെ ഈ ഒരു ചാനലൊക്കെ ബ്രേക്ക് ചെയ്ത് ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ മുകളിലോട്ട് പോയി. അതിനുശേഷം എന്താണ്? നല്ല ഒരു ബുള്ളിഷ് മൊമെന്റത്തിൽ തന്നെയാണ് ബാങ്ക്
നിഫ്റ്റി നിൽക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും നല്ലൊരു ബുള്ളിഷ് രീതിയിൽ നിൽക്കുന്നു. ഇനി ബാങ്ക് നിഫ്റ്റി ഒരു പക്ഷേ ചെറിയൊരു റീട്രേസ് തന്നു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ വന്ന് റീട്രേസ് എടുക്കുകയോ ഇങ്ങനെ പോവുകയോ, ഇനി അതുമല്ല ഒരു പക്ഷേ ഇവിടുന്ന് ഈ ഒരു റേഞ്ചിലേക്ക് വന്ന് റീട്രേസ് എടുത്ത് പോകുകയാണോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് വാച്ച് ചെയ്യാം. ഇനി വേറൊന്നുകൂടിയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് റീട്രേസ് എടുക്കാതെ തന്നെ മുകളിലോട്ട് പോകാം, ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് തന്നെ നീങ്ങാം. പക്ഷെ ഇങ്ങനെയുള്ള ഓരോ നീക്കവും അപകടകരമാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം വളരെ ശക്തമായ മൂവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റീട്രേസ് എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് അത് ശക്തമായ ഒരു മൂവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒറ്റയടിക്ക് മുകളിലോട്ട് പോകുന്നത് താഴേക്ക് ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെയും അതിഭീകരമായിരിക്കുമെന്ന കാര്യം ഓർക്കുക. ഇനി നമുക്ക് നേരെ USD INRലേക്ക് വന്നു കഴിഞ്ഞാൽ USD INRന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ഒരു തിരിച്ചുകയറ്റമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. കാരണം US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു പവർ കുറയുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ അത് ഒരു ശക്തി പ്രാപിക്കുന്ന രീതിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 83-54 എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര സുഖകരമല്ലാത്തൊരു രീതിയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് നേരെ ഗോൾഡിന്റെ ഒരു കണ്ടീഷൻ നോക്കാം. ഗോൾഡ് ഡൗണിലേക്ക് തന്നെയാണ്, അത് കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഗോൾഡ് ഡൗണിലേക്ക് തന്നെയാണ് വരുന്നത്. അത് പക്ഷെ അനുകൂലകരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ഇന്ത്യയുടെ ഗവൺമെന്റ് ബോൺസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതും നമുക്ക് അനുകൂലകരമായിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. US-ന്റെ ബോണ്ടും ഏറെക്കുറെ അനുകൂലകരമായിട്ട് തന്നെയാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം അനുകൂലകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് നേരെ വേറൊരു കാര്യം നോക്കാം. എന്താണ്? ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. അതിരസകരമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. നോക്കൂ, PCR നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1.27 ആണ് അതിന്റെ PCR. അറ്റ് ദ മണി വെച്ച് നോക്കിയാൽ തന്നെ 0.89 നല്ലൊരു ബുള്ളിഷാണ് അവിടെയും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് എടുത്തു നിൽക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഇത്രയും ട്രാവൽ ചെയ്യുമ്പോൾ ഇതേ രീതിയിലുള്ള ഒരു OA ബിൽഡപ്പ് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് OA ബിൽഡപ്പിലെ ചില മാറ്റങ്ങൾ അവസാന നിമിഷം എന്താണ് നടന്നതെന്ന് നോക്കാം. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നോക്കൂ, നല്ല രീതിയിൽ കാൾ സെല്ലേഴ്സ് ഒക്കെ ഇവിടുന്ന് അൺവൈൻഡിങ് ആണ്. 23,700 800 അൺവൈൻഡിങ് ആയി 23,900 വരെ പുട്ട് സെല്ലേഴ്സ് വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി അവസാന നിമിഷത്തേക്ക് എടുത്തു നോക്കിയാൽ തന്നെയും നല്ല രീതിയിലുള്ള ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ മാർക്കറ്റിനെ ഒരു ബുള്ളിഷ് രീതിയിൽ തന്നെ കൊണ്ടുപോകാനുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ 24,000 എന്നത് മാത്രമാണ് ഒരു കാൾ സെല്ലേഴ്സ് എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ ഉള്ളത്. അതും ഒരു പക്ഷേ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് അതേ രീതിയിൽ ഉള്ള ഒരു സ്ട്രെങ്ത് എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മാർക്കറ്റിന്റെ ഏറെക്കുറെ ഒരു കണ്ടീഷൻ ഇങ്ങനെയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മാർക്കറ്റിൽ സപ്പോർട്ടൊക്കെ നല്ല രീതിയിലുണ്ട്, എന്നാൽ റെസിസ്റ്റൻസ് എന്ന് പറയുവാൻ 24,000 മാത്രമുള്ളൂ എന്നും കാണുവാൻ സാധിക്കുന്നു. നമുക്ക് നേരെ ഇൻഡെക്സ് ഓപ്ഷനിൽ FIS എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നു നോക്കാം. ഇവിടെ അവർ കാള് ബൈ ചെയ്തേക്കുന്നു, ഒരു 5 ലാഖിനടുത്ത് കാൾ ബൈ ചെയ്തേക്കുന്നു. അത് ബുള്ളിഷ് ആണെന്ന് മനസ്സിലായി. ഇനി പുട്ട് ബൈ ചെയ്തേക്കുന്നത് 4.77 ലാഖിനുമാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് ഒരു ന്യൂട്രൽ റേഞ്ചിലാണ് FISന്റെ ഒരു സമീപനമെങ്കിൽ പ്രോസ് എന്ത് ചെയ്തേക്കുന്നു നമുക്കൊന്ന് നോക്കാം. പ്രോസ് ഇവിടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം നോക്കൂ, ഇവിടെ ഒരു 1 ലക്ഷത്തിന് മുകളിൽ കാൾ ബൈ ചെയ്യുകയും അതുപോലെ തന്നെ പുട്ട് സെല്ല് ചെയ്യുകയും 2 ലക്ഷത്തിനടുത്ത് പുട്ട് സെല്ല് ചെയ്യുകയും ചെയ്തു. അതായത് ബുള്ളിഷാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷാണ് പ്രോസ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ FISും പ്രോസും ഒക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതാണ് നമ്മുടെ മാർക്കറ്റ് നീങ്ങുന്നതിൽ ഒരു പ്രധാന ഘടകം. ഇന്നലെ ഞാൻ പറഞ്ഞു, ക്ലയൻസ് ഇന്നലെ നല്ല ഒരു ബെയറിഷിലേക്കാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തെങ്കിൽ ഇന്ന് മാർക്കറ്റ് എങ്ങനെ നീങ്ങിയത്? നല്ലൊരു ബുള്ളിഷിലായിരുന്നു. ഇവിടെ നമുക്ക് നോക്കാം എന്താണ് അവർ ചെയ്തേക്കുന്നതെന്ന്. കാൾ അവർ സെല്ല് ചെയ്തേക്കുവാണ്. ഇവിടെയും അത് ഒരു 6 ലക്ഷത്തിന് മുകളിൽ അവർ കാൾ സെല്ല് ചെയ്തേക്കുന്നു. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുട്ട് സെല്ല് ചെയ്തേക്കുന്നത് ഒരു 5 ലക്ഷത്തിനുമാണ്. അപ്പോൾ ഇവിടെയും ഒരു ചെറിയ ബെയറിഷ് എന്ന രീതിയാണ് അവർ ക്ലയൻസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ വന്നാലും മാർക്കറ്റിൽ ഓവറോൾ ഒരു ചെറിയൊരു ബുള്ളിഷ്നെസ് തന്നെ നിലനിൽക്കുന്നു എന്നത് സത്യം തന്നെയാണ്. നമ്മൾ ഇനി ക്യാഷ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് അതിരസകരമായ ഒരു സംഭവം നടന്നത്. FIS 3,500 സംതിങ് കോടിക്ക് ഇവിടെ ക്യാഷ് മാർക്കറ്റ് സെല്ല് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ മുകളിൽ ഒരു 5,000 കോടിക്ക് DIs ബൈ ചെയ്ത് മാർക്കറ്റിനെ മുകളിലോട്ട് കയറ്റി എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, FIS കൂടി ഇവിടെ നല്ലൊരു ബൈയിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് ഒരു 24,000 പുറത്തേക്ക് കുതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നതായിരുന്നു സത്യം. ഇതാണ് പറയുന്നത്, FIS സെല്ല് ചെയ്യുമ്പോൾ DIs ബൈ ചെയ്യുന്നു, അതുപോലെ തന്നെ DIs സെല്ല് ചെയ്യുമ്പോൾ FIS എന്ത് ചെയ്യുന്നു? അവർ സെല്ല് ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ സഹകരിച്ച് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് ഏറെക്കുറെ ഒരു ടൈറ്റ് റേഞ്ചിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള മൂവ്മെന്റുകൾ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. നമുക്കിനി FISന്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള പെർഫോമൻസ് നോക്കാം. നോക്കൂ, FIS ഫ്യൂച്ചറിൽ ഓരോ ദിവസവും അവർ മുന്നോട്ട് തന്നെ ലോങ് ആക്കിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റിനെ മുന്നോട്ട് പോകുമെന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി നമുക്ക് പ്രോസിന്റെ കണ്ടീഷൻ നോക്കിയാലോ, പ്രോസും അതേ റേഞ്ചിൽ തന്നെയാണ്. അവരും ബുള്ളിഷ് ആണ് മാർക്കറ്റിൽ നിന്ന് കാണുവാൻ സാധിക്കും. DIsന്റെ രീതി നമുക്ക് പ്രത്യേകിച്ച് അത് എടുത്ത് നോക്കേണ്ട കാര്യമില്ല. ക്ലയൻസിന്റെ കേസ് വന്നാൽ അവർ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തേക്കുന്നതായിട്ട്
കാണുവാൻ സാധിക്കുന്നു ഫ്യൂച്ചറിൽ. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു ബുള്ളിഷ് രീതി മാർക്കറ്റിൽ കാണുന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ട ഒരു കേസ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. എന്തായിരുന്നു പറഞ്ഞത്? മാർക്കറ്റ് നല്ല സ്ട്രെങ്ത് എടുത്തൊക്കെ നിൽക്കുകയാണ്, ശരിയാണ്, ബുള്ളിഷ് ആണ്. പക്ഷെ നമ്മൾ ഇനിയുള്ള ഓരോ സമയവും വളരെ ശ്രദ്ധയോടെ തന്നെ നിൽക്കണം. എങ്ങനെ നിൽക്കണം? തീർച്ചയായിട്ടും ഓരോ ദിവസത്തെയും ക്യാൻഡിലുകൾ എങ്ങനെയാണ് കഥ പറയുന്നത് എന്ന് നിങ്ങൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നാണോ ഈ ഒരു ട്രെൻഡ് റിവേഴ്സ് ആവുന്നത് അന്ന് മാത്രമേ നിങ്ങൾ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാൻ ശ്രമിക്കാവൂ. ഒരിക്കലും ഈ ഒരു സമയത്ത് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് ട്രെൻഡിൽ നിൽക്കുന്ന സമയത്ത് കയറി മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ക്യാപിറ്റലൊക്കെ വൈപ്പ് ഔട്ട് ആയി പോകുമെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വളരെ ശ്രദ്ധയോടെ തന്നെ മാർക്കറ്റിനെ സമീപിക്കാൻ ശ്രമിക്കുക. ഗ്ലോബൽ ഇവന്റുകളെ കുറിച്ചൊക്കെ പറയുന്നത് ഇപ്പോൾ വലിയ പ്രത്യേകിച്ചുള്ള ഇവന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ലോക്കൽ ക്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് Q1 റിസൾട്ട് വരാൻ പോവുകയാണ്. നമ്മളുടെ ബഡ്ജറ്റ് വരാൻ പോവാണ് ജൂലൈയിൽ അവസാനത്തോട്. അപ്പോൾ ആ ബഡ്ജറ്റ് ഒക്കെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. കാരണം മാർക്കറ്റിൽ ഇപ്പോഴേ വിക്സ് ഒക്കെ സ്പൈക്ക് ചെയ്ത് അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിലാണെന്ന് ഓർക്കുക. ഇവിടെ പല ആളുകളും എന്നോട് ചോദിക്കുന്നുണ്ട്, നമ്മളുടെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ചില കേസുകളെ കുറിച്ചൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓരോ റൂമറായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. നേരത്തെ പല കാര്യങ്ങളും ഇതുപോലെ വന്നിട്ടുണ്ട്. നമുക്ക് എന്താണെന്നൊരു ധാരണ ഇതുവരെ ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമുക്ക് എന്തായാലും ബഡ്ജറ്റ് വന്ന ശേഷം നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പലരും പറയുന്നുണ്ട് 30% ടാക്സ് എന്ന കേസൊക്കെ. അപ്പം ഈ 30% വന്നാൽ ഇപ്പുറത്തുള്ള വശത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഈ ബ്രോക്കേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? ബാക്കിയുള്ള ഗവൺമെന്റിന് ഇതുവരെ കിട്ടിക്കൊണ്ട ടാക്സ് എങ്ങനെയാണ്? ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ചുമ്മാ തന്നെ ടാക്സ് കൂട്ടുകയല്ല അവിടെ ചെയ്യുന്നത്. ഇനി ഒരു പക്ഷേ വന്നെന്നിരിക്കട്ടെ, പക്ഷെ അവിടെ വേറെ അനുകൂലകരമായ കാര്യങ്ങളെ കുറിച്ച് ആരും പറയുന്നില്ല. എങ്ങനെയാണ്? പണ്ടൊക്കെ ഓപ്ഷൻ സെല്ലേഴ്സിന് നല്ല പ്രീമിയം ആയിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ അടുത്തൊക്കെ ചെന്നാൽ മാത്രമേ ഉള്ളൂ പ്രീമിയം. പക്ഷെ ഇങ്ങനെയൊക്കെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓപ്ഷൻ സെല്ലേഴ്സിനൊക്കെ നല്ല പ്രീമിയം കിട്ടും എന്ന കാര്യം കൂടി അവിടെ ഓർക്കുക. ഓപ്ഷൻ ബയേഴ്സ് ആയിരിക്കും അല്പം ബുദ്ധിമുട്ടുന്നത് എന്നാണ് എനിക്ക് ഏറെക്കുറെ തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമുക്കിനി ബഡ്ജറ്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു ആഴ്ച, അതായത് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നാളെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ലാഭമുള്ളവർ ആ ലാഭം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നഷ്ടമുള്ളവർ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു നഷ്ടമൊക്കെ നികത്താം. അഗ്രസീവായിട്ടൊക്കെ പോയി പല രീതിയിലുള്ള ട്രേഡുകൾ എടുക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.